വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയാണ് ഒരിക്കൽ കൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ശശി തരൂർ. താൻ പറഞ്ഞത് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തെക്കുറിച്ചാണ്. അതിന്റെ വികസനത്തെക്കുറിച്ച് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പറയുക? നന്മ ചെയ്താൽ അത് നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ക്ലിയർ ആണ്, ക്ലീൻ ആണ്, തന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ശശി തരൂർ. ഒപ്പം കണക്കുകൾ ചോദിച്ചവർക്കും സ്ഥാനത്ത് നിന്ന് മാറാൻ പറഞ്ഞവർക്കും കൃത്യമായ മറുപടിയുമുണ്ട്. നിമിഷ തീർച്ചയായും അതുതന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു പടി കൂടി കടന്ന് നിലപാട് ആവർത്തിക്കുന്നു ശശി തരൂർ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. താൻ CPM-നെ അനുകൂലിച്ച് ഉള്ള പ്രസ്താവനയല്ല നടത്തിയത്, ലേഖനമല്ല എഴുതിയത്. അത് മലയാളി എന്നുള്ള നിലയിൽ ഉള്ള ലേഖനമാണ്. താനൊരു മലയാളിയാണ്. തൻ്റെ അനുഭവത്തിൽ നിന്ന് കണക്കുകളും വ്യക്തതയും ഉറപ്പാക്കിയ ശേഷമുള്ള ലേഖനമാണ് താൻ എഴുതിയത്. അത് വായിച്ചു നോക്കുകയാണ് വേണ്ടത്. അതിൽ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വെറും രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയും തന്നെ വിമർശിക്കുകയും ചെയ്യുന്നത് അർത്ഥമില്ല. അതിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം കൃത്യമായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം, രാഷ്ട്രീയത്തിനപ്പുറമുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് താൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന കാര്യമാണ് ചോദിക്കുന്നത്. എന്തായാലും MM ഹസൻ നടത്തിയ AICC പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിലുള്ള സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം അത് നേതാക്കൾ നേരിട്ട് തന്നോട് പറയട്ടെ, അപ്പോൾ ആലോചിക്കാം എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തന്നെ ആകെ 2 നേതാക്കൾ മാത്രമാണ് വിളിച്ചത്. ഈ വിമർശനമൊക്കെ ഉന്നയിക്കുന്നതിന് മുമ്പ് താങ്കളെ ആരെങ്കിലും കോൺഗ്രസ് നേതാക്കൾ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ശശി തരൂർ അക്കാര്യം വ്യക്തമാക്കുന്നത്. K. സുധാകരൻ വിളിച്ചിരുന്നു, ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി ലിജു വിളിച്ചിരുന്നു, മറ്റാരും തന്നെ വിളിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ MM ഹസൻ ഉൾപ്പെടെയുള്ള UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനം ഉന്നയിക്കുകയും ഇദ്ദേഹം പ്രവർത്തക സമിതി അംഗം രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം പോലും ഈ ശശി തരൂരുമായി നടത്തിയിട്ടില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏകദേശം 1.5 വർഷത്തോളം ബാക്കിയിരിക്കുന്നുണ്ട്, 15 മാസത്തോളം ബാക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തിനാണ് വികസനത്തെപ്പറ്റി പറഞ്ഞത് ഇത്രയും വിവാദമാക്കാൻ പോകുന്നത് എന്ന ചോദ്യവും കോൺഗ്രസ് നേതാക്കളോട് ശശി തരൂർ ചോദിക്കുകയാണ്. എന്തായാലും നിലപാടിൽ ശശി തരൂർ ഉറച്ചു തന്നെ നിൽക്കുന്നു. അതിൽ മാറ്റം വരുത്താൻ താൻ തയ്യാറല്ല എന്ന കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു ശശി തരൂർ. ആ നിലപാടാണ് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ നടത്തിയ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിലും അദ്ദേഹം ആവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ശശി തരൂർ ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായിക അന്തരീക്ഷം അത് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള കണക്കുകൾ കൂടി ശേഖരിച്ചാണ് താൻ ആ നിലപാടെടുത്തത്. ആ കണക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തന്നെ ബോധ്യപ്പെടുത്താൻ വരട്ടെ എന്നുള്ള വിമർശനമാണ് നിലവിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എതിരായി ശശി തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന നിലപാട് ശശി തരൂർ ഉറപ്പിച്ച് ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. നിമിഷ. ശരി, വിജിൻ വായാന്തോടാണ് ശശി തരൂർ മാധ്യമങ്ങളുമായി സംസാരിച്ചത്. വ്യക്തമായി സമഗ്രമായി തന്നെ നമ്മളോട് വിശദീകരിച്ചത്.